നമസ്കാരം. സ്റ്റോറി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് യാത്ര പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം, കൃഷ്ണപുരം, കാപ്പിൽമേക്ക്, മൂത്തേരിൽ കുറവർക്കാവ് ശ്രീ കുരുമ്പ ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിലേക്കാണ്. വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പെയുള്ള പഴമകൾ കാത്തുസൂക്ഷിക്കുന്ന വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും മറ്റു ക്ഷേത്രങ്ങളെ പോലെ അല്ലാതെ വേറിട്ട വഴിപാടുകൾ കൊണ്ടും ശ്രദ്ധേയമായ ക്ഷേത്രമാണ് മൂത്തേരിൽ കുറവർക്കാവ് ശ്രീ കുരുമ്പ ശ്രീ കിരാതമൂർത്തി ക്ഷേത്രമെന്ന് പറയുന്നത്. ഐതിഹ്യങ്ങളിൽ പറയുന്നത് കേരളം സൃഷ്ടിച്ച പരശുരാമൻ കേരളത്തിലാകെ 192 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നും അതിൽ 64 ദേവീക്ഷേത്രങ്ങളും 64 ശിവക്ഷേത്രങ്ങളും 64 വിഷ്ണു ക്ഷേത്രങ്ങളും ആയിരുന്നുവെന്നും അതിൽ കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രപഞ്ചമാതാവായ ആദിപരാശക്തിയെ 4 ദിക്കുകളിൽ പ്രതിഷ്ഠിച്ചു എന്നുമാണ്. ദേവിയെ ലോകാംബികയായി പടിഞ്ഞാറ് ഭാഗത്ത് കൊടുങ്ങല്ലൂരിലും, മൂകാംബികയായി വടക്ക് കൊല്ലൂരിലും, ഹേമാംബികയായി കിഴക്ക് പാലക്കാട്ടും, ബാലാംബികയായി തെക്ക് കന്യാകുമാരിയിലും പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വസിക്കുന്നത്. കൊടുങ്ങല്ലൂരമ്മയാണ് ഈ ക്ഷേത്രത്തിലെ ദേവീ ചൈതന്യം. ശ്രീകോവിലിൽ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകളും നടക്കുന്നു. ദ്രാവിഡ കുലാചാരത്തിൽപ്പെട്ട കവളം മാർഗത്തിൽപ്പെട്ട ആചാരങ്ങളാണ് കാവിൽ നടക്കുന്നത്. 3 കാവുകളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ കാവുകളുടെ എല്ലാം മൂലസ്ഥാനമാണ് മൂത്തേരിൽ കുറവർക്കാവ് എന്ന് പറയുന്നത്. കാവുകൾ പ്രകൃതി സൗഹൃദം പുലർത്തുന്ന തരത്തിലുള്ള ശക്തി കേന്ദ്രങ്ങളാണ്. അധികവും മേൽക്കൂര പോലുമില്ലാത്ത ആരാധനാ കേന്ദ്രങ്ങളാണ്. ശാക്തേയ കാവുകൾക്കും ശ്രീകുരുമ്പ കാവുകൾക്കും വനവുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ തനതായി സംരക്ഷിക്കുന്നുമുണ്ട്. പാശുപതാസ്ത്ര സമ്പാദനത്തിനായി അർജുനൻ പരമശിവനെ ധ്യാനിച്ച് കഠിന തപസ് അനുഷ്ഠിച്ചു. തപസ്സിൻ്റെ പാരമ്പര്യയിൽ സ്വതവേ ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ അർജുനന് അഭീഷ്ടവരം നൽകുവാൻ അമാന്തിക്കുന്നത് കണ്ട് പാർവതീദേവി പരിഭവിച്ചു. അപ്പോൾ ഭഗവാൻ കാട്ടാളവേഷം ധരിച്ച് തപസ്ഥലത്തേക്ക് പുറപ്പെട്ടത് കണ്ട് പരിഭ്രമിച്ച് പാർവതീദേവി ശങ്കിച്ച് ഇത് എന്താണെന്ന് ചോദിച്ചു. അഹങ്കാരിയായ അർജുനന് ഗർവശമനം വരുത്തിയിട്ടല്ലാതെയുള്ള വരദാനം ഫലം ചെയ്യില്ല എന്ന് പരമശിവൻ മറുപടി പറഞ്ഞു. അപകടം എന്തെങ്കിലും സംഭവിച്ചേക്കും എന്ന് ഭയന്ന് പാർവതീദേവി കാട്ടാളത്തിയുടെ വേഷത്തിൽ കൂടി. ഇങ്ങനെയുള്ള കാട്ടാള വേഷധാരിയായ പരമശിവനെയാണ് കിരാതമൂർത്തിയായി ആരാധിക്കുന്നത്. ഇത് പണ്ട് പുരാതിനെ ജോഹമായ ഒരു വലിയ പരക്ക ഇല്ലമാണ്. ഈ ഇല്ലത്ത് ജനിച്ച് വളർന്നാണ് 4 അപ്പൂപ്പന്മാർ, 4 അച്ഛന്മാർ. അവരാണ് ഇവിടെ എല്ലാം അന്ന് ഈ ആ കാടും പടലുക. കുഞ്ഞുനാളിൽ തൊട്ട് ഇവിടെ വളർന്ന് പ്രസവിച്ച് വളർന്നതാണ് അപ്പൂപ്പന്മാരുടെ കാലത്ത്. അങ്ങനെ വളർന്നു വന്ന് ഈ മണ്ണ് ചൈതന്യമുള്ള മണ്ണായതുകൊണ്ട് ഇതായിട്ട് അപ്പൂപ്പന്മാർ വെച്ച് ആചരിച്ചാണ് ഇവിടെ അങ്ങനെ കഴിഞ്ഞു വന്ന ഈ വലിയ പരക്കയില്ല. തെക്കൻ കൊടുങ്ങല്ലൂർ എന്നുകൂടി അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ വഴിപാടുകൾ. മറ്റു ക്ഷേത്രങ്ങളെ പോലെ അല്ലാതെ വളരെ വ്യത്യസ്തമായ വഴിപാടുകളാണ്. അതിലൊന്ന് പടുക്ക എന്ന വഴിപാടാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഒരു ആചാരമാണ് ഈ പടുക്ക വഴിപാട് എന്ന് പറയുന്നത്. കവളമാർഗത്തിലുള്ള അല്ലെങ്കിൽ ദ്രാവിഡ കുലാചാരത്തിൽപ്പെട്ട ഒരു രീതിയാണ് ഈ പടുക്ക സമർപ്പണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് ഈ പടുക്ക എന്ന് പറയുന്നത്. അഭീഷ്ടസിദ്ധിക്കായി ഭക്തജനങ്ങൾ ഈ വഴിപാട് ദിനംപ്രതി ഇവിടെ നടത്തിവരികയാണ്. പ്രതിഷ്ഠ കഴിഞ്ഞ 41 ദിന കലശവും അതിവിശിഷ്ടമായ വലിയ പടുക്ക അല്ലെങ്കിൽ മഹാപടുക്ക മഹോത്സവവും നടന്നു. കൊടുങ്ങല്ലൂരമ്മയുടെ ഉപാസക വിനോദിനിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടന്നത്.
അവകാശി എന്ന് പറഞ്ഞ ഇദ്ദേഹമാണ്. അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിലെ ദേവീ സാന്നിധ്യത്തിൽ ഇവിടെ വന്നേക്കുക. ഞാൻ ഇവിടുത്തെ ക്ഷേത്രം കൊടുങ്ങല്ലൂർ വന്ന് ഇദ്ദേഹത്തിന് ഒരുപാട് കാലം നമുക്കിവിടെ ക്ഷേത്രമൊന്നും ഇല്ലാതിരുന്നയ ഇത് കുറക്കാവ് ദേവിയുടെ കുടുംബക്ഷേത്രമാണ്. അപ്പം ഇവിടെ അങ്ങനെ ഒരു ചൈതന്യ ശക്തി ഉണ്ടെന്നും മനസ്സിലാക്കി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇദ്ദേഹം എൻ്റെ കൂടെ എല്ലാ വർഷവും മകര 1-ാം തീയതിത്തെ പൂജയ്ക്ക് പങ്കെടുക്കുകയും ഇദ്ദേഹത്തിന് എൻ്റെ ഇടയൊക്കെ വന്നു. അമ്മ എന്നിൽ വരുന്ന സമയത്ത് അമ്മയോട് സങ്കടം പറഞ്ഞു. അമ്മ കുറുമ്പാ ഭഗവതിയായി ഈ കാവിൽ കുടികൊള്ളാൻ വരണമെന്ന് പറഞ്ഞു. അമ്മ വാക്ക് കൊടുത്തു വരുമെന്ന്. അത് അദ്ദേഹത്തിന് ഏകദേശം ഒരു 4-ാമത്തെ വർഷം ദേവി അത് സാധിച്ചു കൊടുത്തു. ഇനി അദ്ദേഹം അത് സാധിച്ചതിന് ശേഷമേ കൊടുങ്ങല്ലൂർ വരുത്തുള്ളെന്ന് പറഞ്ഞു. അടുത്ത വർഷം പോകുമ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞ 5-ാമത്തെ വർഷമാകുമ്പം വരാമെന്നുള്ള വാക്ക് പാലിക്കാമെന്ന് പറഞ്ഞു. ദേവി അങ്ങനെ ഈ കുടികൊണ്ട് വാഴുമെന്ന് പറഞ്ഞത് മാത്രമല്ല, കൊടുങ്ങല്ലൂരിലെ ഒരു പടുക്ക ഈ ക്ഷേത്രത്തിൽ വരികയും ദേവിയുടെ 1-ാം കലശം തൊട്ട് 41 കലശം വരെ ഉള്ളതിനെക്കാട്ടിലും ഏറ്റവും വലിയ രീതിയിൽ ഇവിടെ ഒരു വലിയ മഹാപടുക്ക എന്ന് വെച്ചാൽ സാധാരണ ഒരു ദേവിക്ക് പ്രായം പൂർത്തിയാകുന്നത് 1 വർഷമാകുമ്പോഴാണ്. പക്ഷേ അതൊക്കെ വളരുന്നതിന് മുമ്പേ ഇവിടെ 41-ാം കലശത്തിൻ്റെ ദിവസം മഹാപടുക്ക എന്ന് പറയുന്ന ഒരു ദേവിക്ക് എന്ന് വെച്ചാൽ എല്ലാ ദേവീദേവന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആചാരമാണ് പടുക്ക. ആ ഒരു വഴിപാട് ഇവിടെ വെച്ച് നടത്താനും ഞാൻ വന്ന് അതിലൊരു പങ്കാളിയാകാനും അവിടുന്ന് ദേവി യഥാർത്ഥമായി കൊടുങ്ങല്ലൂർ ഭദ്ര ഇവിടെ വരാനും ഇന്നിവിടെ കുറുമ്പാ ഭഗവതിയായിട്ട് അമ്മ വേതാള രൂപിണിയായിട്ട് ഇവിടെ കുടികൊള്ളുന്നെന്നും അതിനൊക്കെ അപ്പുറത്ത് അച്ഛൻ കിരാതമൂർത്തിയായിട്ടും ഇവിടെ കുടികൊള്ളുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആചാരമാണ് വിത്തും വാളും സമർപ്പണം. അതായത് വട്ടിയിൽ നെല്ല്, പട്ട്, വെറ്റില, അടയ്ക്ക, പുകയില, നാണയം, വാള് ഇതെല്ലാം നിറച്ച് അമ്മയ്ക്ക് 11 പ്രദക്ഷിണം ചെയ്ത് നടയ്ക്ക് സമർപ്പിക്കുന്നതാണ് വിത്തും വാളും സമർപ്പണം. ഇത് ദ്രാവിഡ കുലാചാരത്തിൽപ്പെട്ട വളരെ വിശേഷപ്പെട്ട ഒരു ആചാരമാണ്. കിരാതമൂർത്തിക്കുള്ള വഴിപാടുകൾ പടുക്ക സമർപ്പണം, ഭസ്മാഭിഷേകം, 108 കൂട്ടം ധാര, അടനിവേദ്യം, കരിക്ക് നിവേദ്യം ഇവ ഭഗവാന് പ്രിയപ്പെട്ടതാണ്. ഇവിടുത്തെ ദേവിക്ക് പറയപ്പെടുന്ന പ്രധാന വഴിപാടുകൾ നാരങ്ങാവിളക്ക്, കുങ്കുമാഭിഷേകം, ദിവസവും ഗുരുതി നിവേദ്യം, മഹാഗുരുതി തർപ്പണം, പടുക്ക നിവേദ്യം, തിരളി നിവേദ്യം, മധു നിവേദ്യം, മധു അഭിഷേകം എന്നിവയാണ്. നമസ്കാരം. ശ്രീ പരമേശ്വരൻ കിരാതമൂർത്തി ഭാവത്തിലും ശ്രീ മഹാഭദ്രകാളി കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സങ്കല്പത്തിലുമാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. വളരെ വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണിത്. തെക്കൻ കൊടുങ്ങല്ലൂർ എന്നുകൂടി അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പേരും പ്രശസ്തിയും അത്ഭുതങ്ങളുമൊക്കെ ദേശാന്തരങ്ങൾ കടന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഇവിടുത്തെ ഭദ്രാഭഗവതിയെയും കിരാതമൂർത്തിയെയും ആശ്രയിക്കാനായിട്ട് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നു. ഈ കലിയുഗത്തിൽ കിരാതമൂർത്തിയായ ശിവനെയും കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭാവത്തിലിരിക്കുന്ന ഭദ്രാഭഗവതിയെയും ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് നിരാശരായി മടങ്ങി പോകേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. അമ്മയെ ആശ്രയിക്കുന്ന ഭക്തജനങ്ങളെ അമ്മ കൈവിടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ അനുഭവം. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ വിവാഹം നടക്കാതിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർ,
ജോലി സംബന്ധമായ കാര്യങ്ങൾ, കുടുംബകലഹം, സാമ്പത്തിക പ്രശ്നം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഭക്തജനങ്ങൾ അമ്മയുടെ തിരുസന്നിധിയിലെത്തി വഴിപാടുകൾ സമർപ്പിക്കാറുണ്ട്. ഇവിടുത്തെ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു വഴിപാടാണ് ദണ്ട് ചുടുന്നത്. പലവിധ രോഗദുരിതങ്ങൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി ദേവിക്ക് ഈ ദണ്ട് വഴിപാട് സമർപ്പിക്കുന്നത്. ഇതിൽ അരിപ്പൊടി, ശർക്കര, കൽക്കണ്ട, നെയ്യ്, പഴം, പഞ്ചാമൃതങ്ങൾ 5 ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. പഞ്ചാമൃതങ്ങൾ 5 ചേർത്ത് അരിപ്പൊടിയും കൂടി ഇട്ട് കുഴച്ച് നെയ്യും ചേർത്ത് എനിക്ക് തെണ്ട് ചുട്ട് തരണം. എനിക്ക് അടപ്പ വെച്ച് വേവിച്ച് വേണ്ട, തെണ്ട് ചൂടണം. അന്നേരം അമ്മമ്മ അങ്ങോട്ട് ചോദിച്ചു, തമ്പുരാട്ടി വാഴ തെങ്ങിൻ്റെ ഇത് എടുത്തു തരാൻ ആളില്ല, വാഴപ്പോഴ അതാ ഏറ്റവും എനിക്ക് പുണ്യം ഇഷ്ടമെന്ന് പറഞ്ഞു. എൻ്റെ വാഴ കുലച്ച് നിൽക്കുന്നിടത്ത് പോയി ചോദിക്കുമ്പോൾ അവർ പറയും കൊലയും കൂടെ വെട്ടിക്കൊണ്ട് പോകാൻ പറയും. അങ്ങനെ ഈ നാട്ടുകാരുടെ എല്ലാം സഹായമായിരുന്നു അമ്മയ്ക്ക്. ഞങ്ങൾ ഈ കാവിൻ്റെ യഥാർത്ഥ അവകാശികളാണ്. ഞങ്ങൾക്ക് 3 കാവാണ്. അതായത് ഒന്ന് മുത്തേരി കാവെന്ന് പറയും, ഒന്ന് കുറക്കാവെന്ന് പറയും, ഒന്ന് പിന്നെ വെല്ലവരയ്ക്ക് കാവെന്നായിരുന്നു അറിയപ്പെടുന്നത്. അതിലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാന കാവെന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇപ്പോൾ ഈ കാവെന്ന് അറിയപ്പെടുന്നത് മുത്തേരി മൂർത്തി കുറുമ്പ ദേവീക്ഷേത്രം എന്നാണ് ഇപ്പം ഇത് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ദേവപ്രശ്നത്തിൽ ഞങ്ങൾക്ക് തെളിഞ്ഞ് കിട്ടിയത്. സന്താനഭാഗ്യമില്ലാതിരുന്ന 2 സ്ത്രീകൾ സന്താനഭാഗ്യത്തിനായി കൊടുങ്ങല്ലൂരമ്മയെ ഉപാസിക്കാനായി കൊടുങ്ങല്ലൂർക്ക് പുറപ്പെട്ടു. വഴിമധ്യേ ഉണ്ടായ വളരെയധികം കഷ്ടപ്പാടുകളും തടസ്സങ്ങളും ഒക്കെ അതിജീവിച്ച് അവർ ദിവസങ്ങൾക്ക് ശേഷം കൊടുങ്ങല്ലൂരിലെത്തുകയും അവിടെ ഭജനമിരുന്നു കൊണ്ട് ദേവിയെ ഉപാസിക്കുകയും ഇവരുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ സംപ്രീതയായ കൊടുങ്ങല്ലൂർ ഭഗവതി അവരെ അനുഗ്രഹിക്കുകയും അവരുടെ സ്വദേശത്തേക്ക് വന്നു എന്നുമാണ് ചരിത്രം. താമസമിന 2 സ്ത്രീകൾക്കും സന്താനഭാഗ്യം ലഭിച്ചു. അങ്ങനെയുള്ള അവസരത്തിൽ അമ്മയെ എന്നും കാണണമെന്നും എന്നും അമ്മയ്ക്ക് പൂജാനിവേദ്യങ്ങൾ സമർപ്പിക്കണമെന്നുമുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി ഭഗവതി ഇവരുടെ ദേശത്തു തന്നെ ദേവിയുടെ ഒരു ചൈതന്യം ഇവിടെ കാവിൽ കുടികൊള്ളുകയും അങ്ങനെ അമ്മയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ അമ്മ നൂറ്റാണ്ടുകൾക്കിപ്പുറവും തന്നെ ആശ്രയിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിച്ചും കൊണ്ട് ഈ കാവിൽ കുടികൊള്ളുന്നു. എൻ്റെ പേര് ശരത് കുമാർ പാട്ടത്തിൽ നിന്നാണ്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പറാണ്. കുറവർക്കാവ് ശ്രീ കുറുമ്പ ദേവീക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ വാർഡിലാണ്. ഞാൻ ജനിച്ച കാലം മുതൽ തന്നെ ഉള്ള ഒരു കാവാണ്. ഈ കുറക്കാവിൻ്റെ മൂലസ്ഥാനം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കൃഷ്ണപുരം ദേശത്ത് കുറവ് സമുദായത്തിൽപ്പെട്ട ഒരുപറ്റം ജനങ്ങൾ അവരുടെ ഉപാസനാമൂർത്തിയായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഈ കാവിലാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പണ്ട് കുറക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇതേപോലെ ഇവർക്ക് ആരാധനയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് പൊതുജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടേതായ രീതിയിലേക്ക് മാറ്റി. പക്ഷേ ഇത് നമ്മുടെ ഈ സമുദായത്തിൻ്റെ തന്നെ അവരുടെ ആചാരങ്ങളും അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു വരവ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഐതിഹ്യം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പല രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, അവർക്ക് ദുരിതങ്ങളുണ്ടെങ്കിൽ, ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാവിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാം നടത്തി കൊടുത്തതായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അങ്ങനെ ഇത് ക്ഷയിച്ചു കിടന്ന ഒരു കാവായിരുന്നു. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 3 ലക്ഷത്തോളം രൂപ പഞ്ചായത്തിൽ നിന്നും കാവുകുള സംരക്ഷണം എന്നുള്ള രീതിയിൽ നൽകി ഈ അമ്പലത്തിനെ പുനരുദ്ധരിപ്പിച്ച് നമുക്കിങ്ങനെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഈ ദേശത്തെ എല്ലാ ചെറുപ്പക്കാരും ഇപ്പം ഈ നാട്ടിലെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ അമ്മയുടെ ശക്തി കൊണ്ട് പല ഉദ്ദിഷ്ട കാര്യങ്ങൾ ഇവിടെ സാധിച്ചു തുടങ്ങി. അന്നേരം ഹൈന്ദവ സമൂഹം അങ്ങനെ ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ, മുസ്ലിംസ് എന്നോ ക്രിസ്ത്യൻസ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ അമ്പലത്തിൽ നേർച്ചകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പടുക്കയുണ്ട്, കുരുതിയുണ്ട്. കഴിഞ്ഞ തുടങ്ങി 41-ന് അന്ന് വലിയ പടുക്ക ഇവിടെ സംഘടിപ്പിച്ചു. അതിന് വന്യ ജനാവലിയാണ് ഇവിടെ കാണാൻ സാധിച്ചത്.
അന്നേരം ഈ കൃഷ്ണപുരം ദേശത്തെ കുറക്കാവ് ദേവീക്ഷേത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കീർത്തി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് ഈ കുറവർക്കാവ് ഈ കുറുമ്പ ദേവീക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറുന്നതിനും ദുരിതങ്ങൾ മാറുന്നതിനും ഒക്കെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം സഹായിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെറും അവർക്ക് കൂലിവേലക്കാരായിട്ടുള്ളവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ പിന്മുറക്കാർ. അവർ കൂലിവേല എടുത്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളും നീക്കി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത്. അന്നേരം ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഇതൊന്ന് അടിവെച്ച് മുകളിലോട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ വീഡിയോ കാണുന്നവർ കൂടുതലായിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ വന്ന് ഇവിടുത്തെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അനുഭവിക്കാനും സാധിക്കത്തുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൻ്റെ സമീപവാസിയാണ്. ഈ കാവിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കേട്ടുകേഴ്വികളുണ്ട്. അതേപോലെ തന്നെ ഈ കാവിൻ്റെ വിളക്ക് നമുക്ക് അവിടെ നിന്ന് ദർശിക്കാനും സാധിക്കും. അന്നേരം നമുക്ക് ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വലിയ പുരക്കൽ അമ്മയെന്നൊക്കെ പറഞ്ഞാൽ വലിയ പുരക്കൽ കാവ് എന്നൊക്കെയാണ് നേരത്തെ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുക. പുരക്കൽ കാവിലമ്മേ ഇതൊന്ന് സഹായിച്ചു തരണേ. ഇപ്പോൾ എൻ്റെ ചേട്ടൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പാണെങ്കിലും എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അന്നേരം നമ്മളും ഒരു ഹൈന്ദവ വിശ്വാസിയായിട്ട് നമുക്ക് ദൈവം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരുടെയും പിന്തുണയും സഹായങ്ങളും സപ്പോർട്ടും ഈ കാവിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ കൂടി സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദ്രാവിഡ കുലാചാരത്തിൽപ്പെട്ട മറ്റൊരു വഴിപാടാണ് അടുക്ക് സമർപ്പണം. അടുക്കും പട്ടും സമർപ്പിക്കുക എന്നാണ് പറയുന്നത്. അതായത് വെറ്റില, അടയ്ക്ക, പുകയില, മദ്യം, ചുരുട്ട്, പട്ട് തുടങ്ങിയ വസ്തുക്കൾ നടക്കി വെക്കുന്ന ഒരു ചടങ്ങാണ് ഈ അടുക്ക് സമർപ്പണം. മല അപ്പൂപ്പന്മാർക്കും കുലദേവതകൾക്കും വേണ്ടിയിട്ടാണ് വഴിപാട് നടത്തുന്നത്. ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് അടുക്ക്. ഇത് ആർക്ക് വേണമെങ്കിലും ഇത് സമർപ്പിച്ച് കാര്യങ്ങൾ എന്ത് നേർച്ച പറഞ്ഞാലും അടുക്ക് വെച്ച് സങ്കടം പറയണം. അടുക്ക് വെക്കാം, വെറ്റ പറക്കാം. മറ്റൊരു ആചാരമാണ് വെറ്റ പറത്ത്. ഇതും നേർച്ചയാണ്. അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇത് പറത്തിയാൽ സാധിക്കും. ഐതിഹ്യം അപ്പനപ്പൂപ്പന്മാർ ചെയ്തു വരുന്ന ഇവിടുത്തെ അപ്പൂപ്പനും ഭദ്രകാളി അമ്മയ്ക്കും കൊടുങ്ങല്ലൂരമ്മയ്ക്കും ചെയ്തു വരുന്ന വഴിപാടാണ്. ഏത് വലിയവർക്കും ഏതാപത്തും നമുക്ക് മാറ്റിത്തരുന്നതാണ് ഈ അടുക്ക് വഴിപാട്. അമ്മയുടെ പ്രധാന വഴിപാടാണ് അടുക്ക് വെപ്പ്, വെറ്റ പറത്ത്, ഇത് രണ്ട് ചൂടൊക്കെ. ഇത് മൂന്നും പ്രധാനപ്പെട്ട വഴിപാടാണ് അമ്മയ്ക്ക്. പലരും ചെയ്ത് കാര്യങ്ങൾ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഇത് മൂന്നും. ഈ മൂക്കൂട്ടി റാണി കളഞ്ഞു പോയാലും അത് എനിക്ക് കിട്ടണം. എൻ്റെ വല്യപരിക്കലമ്മയെ, എൻ്റെ അമ്മയെ, എൻ്റെ താലി, എൻ്റെ എന്ത് സാധനവും കളഞ്ഞ അമ്മയെ വിളിച്ച് സങ്കടപ്പെടുമ്പോൾ അത് കിട്ടിയിരിക്കും. കേരളത്തിലെ പ്രസിദ്ധമായ പുരാതന ശാക്തേയ കാവുകളിലൊന്നായ ഇവിടെ ഏതു മാറാരോഗവും അകന്നു പോകുന്നതിന് വേണ്ടിയുള്ള കോഴി പറപ്പിക്കൽ എന്ന വഴിപാട് ഇവിടെ നടത്താറുണ്ട്. കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന്റെ ഭാഗമായി നടത്തിയ 32 ദിവസത്തെ ഔഷധക്കഞ്ഞി അന്നദാനം ആബാലവൃദ്ധം ജനങ്ങൾക്കും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒന്നായി മാറി. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നിരവധി ഔഷധക്കൂട്ടുകൾ ചേർത്താണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കിയത്. പ്രദേശവാസികളായ ക്ഷേത്രത്തിലെ ഭക്തരായിട്ടുള്ള മണിയമ്മയും രാജനും ചേർന്നാണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കിയത്. നമ്മൾ ഈ ഔഷധക്കഞ്ഞി വെക്കുന്നത് 58 കൂട്ടം പച്ചമരുന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ടാണ് ഈ ഔഷധക്കഞ്ഞി നമ്മളിവിടെ വെക്കുന്നത്. അത് കരിനൊച്ചി, നെയ്വള്ളി, മലതാങ്ങി, പൂവങ്കറന്തൽ, കീഴാനെല്ലി, കുണുക്കിട്ടട്ടി, കറുക, പിന്നെ ചെറുചീര, തഴുതാമ, കറ്റാർവാഴപ്പോള, അങ്ങനെ എല്ലാ കൂട്ടങ്ങളും കൂട്ടിയാണ് നമ്മൾ 58 കൂട്ടം മരുന്നാക്കിയാണ് ഈ ഔഷധക്കഞ്ഞി ഇവിടെ വെക്കുന്നത്. ഈ ഔഷധക്കഞ്ഞി വെക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ആശ്രമവാസി ആയതുകൊണ്ട് 33 വർഷം കൊണ്ട് ഞാനൊരു ആശ്രമത്തിലെ ജീവനക്കാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഔഷധക്കഞ്ഞി ഈ ക്ഷേത്രത്തിൽ വെച്ച് ഈ 31 ദിവസം കൊടുക്കണമെന്ന് എൻ്റെ സ്വന്തം മനസ്സാലെ തോന്നി, സ്വന്തം മനസ്സാലെ ഞാനിത് ചെയ്യുക.
അതിനകത്ത് എല്ലാ ആൾക്കാരും അതിനകത്ത് പങ്കാളികളായി, എല്ലാവർക്കും അത് സന്തോഷം ഉണ്ടായി. എല്ലാ ഭക്തജനങ്ങളും വന്ന് ഈ ഔഷധക്കഞ്ഞി വാങ്ങിച്ച് ഭക്ഷിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഗുണകരമായ ഒരു സന്തോഷം പറയാനുള്ളത്. അത് നാളെയും ഇത് വളർന്നു വരണം. എല്ലാവരും ഇനിയുള്ള തലമുറകളും ഇത് കണ്ട് ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന പാടായതുകൊണ്ട് എനിക്ക് കൂട്ടായിട്ട് എനിക്കൊരു കൂട്ടുകാരനെ കൂടെ കൂട്ടി, അങ്ങനെയാണ് ഇവിടെ കഞ്ഞി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും വന്ന് അതിൽ പങ്കുകൊള്ളുന്നുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചതല്ല. ഈ അമ്പലം വളർന്നു വരണം, എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തണം, എല്ലാവർക്കും നല്ലത് ദേവനും ദേവിയും അവരുടെ സഹായത്താൽ എല്ലാ മക്കളും നല്ലവരായി വളരണം, അമ്പലവും വളരണം, ഈ പ്രദേശത്ത് എല്ലാവർക്കും നന്മ ഉണ്ടാകണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർ ഓച്ചിറയ്ക്കും കായംകുളത്തിനും മധ്യേയുള്ള മുക്കട ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ കിഴക്ക് മാറി കൃഷ്ണപുരം പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തു നിന്നും വലത്തോട്ട് 1/2 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. എല്ലാവർക്കും ഗുരു അമ്പയുടെയും കിരാതമൂർത്തിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.